ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് സിനിമാ കഥകളാണ്. സിനിമാ കഥകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ കഥകളല്ല, ഒരു സിനിമയുടെ പിന്നിലും മുന്നിലുമായിട്ട് നടക്കുന്ന കഥകൾ. ഒരു സിനിമ ഉണ്ടാവണമെങ്കിൽ വർഷങ്ങളുടെ കഷ്ടപ്പാടും ആയിരക്കണക്കിന് ആളുകളുടെ പ്രയത്നമാണ്. പക്ഷെ നമ്മൾ കാണുന്നതോ ആകെ 3 മണിക്കൂറുള്ള സംഭവം മാത്രം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു സിനിമയ്ക്ക് പിന്നിലുള്ള റൂമേഴ്സ്, കോൺസ്പിറസി, ചില ഫൺ കഥകൾ, അങ്ങനെ നമ്മൾ അറിയാതെ പോയ പല സംഭവങ്ങളും. ഇതൊക്കെ കേൾക്കാത്ത കഥ. ഇപ്പോൾ മമ്മൂട്ടിയാണ് ആദ്യം ദൃശ്യം സിനിമയിലേക്ക് നായകനായിട്ട് കണ്ടിരുന്നത്. അതിനുശേഷം മോഹൻലാൽ എങ്ങനെ എത്തിപ്പെടുകയായിരുന്നു. അത് ജിത്തു ജോസഫിൻ്റെ കരിയറിൽ തന്നെ ടേണിംഗ് പോയിൻ്റായ സിനിമയായിട്ട് മാറി. മമ്മൂട്ടിയുടെ കാസ്റ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ദുൽഖറിൻ്റെ ഒരു കാസ്റ്റിംഗ് കാര്യം ഓർമ്മ വന്നത്. ലവ് ആക്ഷൻ ഡ്രാമയിൽ ആദ്യം ദുൽഖറിനായിരുന്നു കണ്ടിരുന്നത്. പിന്നെ പ്രീ പ്രൊഡക്ഷൻ്റെ ഏതോ ഒരു ടൈമിൽ വെച്ച് ധ്യാനം തോന്നി നിവിൻ പോളി ആയിരിക്കും ബെറ്റർ എന്ന്. അങ്ങനെ അജോറിയസ് ഒക്കെ കൂടി നിവിൻ പോളി അങ്ങ് തീരുമാനിക്കുകയായിരുന്നു. കുറച്ച് മോര് ഒഴിക്കട്ടെ. ഇപ്പൊ കറന്നെടുത്തതാ ഫ്രഷ് മോര്. അയ്യോ, ഞാൻ തന്ന പഴം കഴിച്ചില്ലേ? കഴിക്കേ. ഒറ്റ സെക്കൻഡേ, സമ്മതിക്കൂല. കഴിഞ്ഞ വർഷം മമ്മൂട്ടിക്ക് ബെസ്റ്റ് ആക്ടറിൻ്റെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ അവസാന റൗണ്ട് വരെ കേട്ടിരുന്ന ഒരു പേരായിരുന്നു ആസിഫ് അലി. മമ്മൂട്ടിക്ക് സ്റ്റേറ്റ് അവാർഡ് ചെയ്ത് ബ്രഹ്മയുഗം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. ഈ ബ്രഹ്മയുഗത്തിൽ അർജുൻ അശോകൻ്റെ ക്യാരക്ടർ ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് ആസിഫ് അലി ആയിരുന്നു. പിന്നെ അത് പല കാരണങ്ങൾ കൊണ്ട് അർജുൻ അശോകനിലേക്ക് എത്തുമായിരുന്നു. അർജുൻ അശോകൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ജാനയുമല്ല ഒരു സംഭവം പറയാൻ നേരത്തെ. ബേസിൽ ജോസഫ് എയർപോർട്ടിലെത്തുന്ന സീനിൽ ആ ട്രോള് വന്ന് കാറ് തൊട്ടുന്നു. അപ്പോൾ അർജുൻ അശോകൻ്റെ റിയാക്ഷൻ ശരിക്കും ഉള്ളിൽ നിന്ന് വന്നതാണ്. കാരണം ആ കാറ് അരശ്രീ അശോകൻ്റെയാണ്. അച്ഛൻ്റെ കാറ് കൊണ്ടുപോയി സ്ക്രാച്ച് വന്നാലുണ്ടാകുന്ന റിയാക്ഷൻ തന്നെ അർജുൻ അശോകൻ ഇട്ടിട്ടുള്ളൂ. ആ റിയാക്ഷൻ ആ സീനിൽ പക്ക പെർഫെക്റ്റും ആയിരുന്നു. ഈ വിളി കേട്ടപ്പോൾ തന്നെ നമുക്ക് ആളെ മനസ്സിലായിട്ടുണ്ടാവും. ശരിക്കും ആ റോളിലേക്ക് വേറെ ആളെ കണ്ടിരുന്നു. അയാൾ വന്ന് ചെയ്താലും നന്നായനെ. പക്ഷെ ഇപ്പോൾ മണീനല്ലാതെ വേറെ ആരും നമുക്കവിടെ സങ്കല്പിക്കാൻ പറ്റില്ല. സലീം കുമാറിനായിരുന്നു ആ റോളിലേക്ക് കണ്ടിരുന്നത്. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് മണിയുടെ കൈകളിലേക്ക് അത് എത്തുമായിരുന്നു. ഇന്നും മലയാളികൾ ഓർമ്മിക്കുന്ന മണിയുടെ ഒരു കിടില കഥാപാത്രം തന്നെയാണത്. കുറേയേറെ കഥകൾ അങ്ങനെ സിനിമാ ലോകത്ത് നടക്കുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും കേട്ടതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇനിയും കഥകളുമായിട്ട് ഞാൻ വീണ്ടും വരാം.